ഹലോ ഫ്രണ്ട്സ്, ഉണ്ണി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിമനോഹരമായൊരു അമ്പലത്തിലേക്കാണ് നമ്മുടെ യാത്ര. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നും 5 കിലോമീറ്റർ മാറിയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. കുളപ്പുള്ളി മുരുക്കുംപറ്റ അമ്പലപ്പാറ. നമുക്ക് പോകേണ്ടത് മുരുക്കുംപറ്റ റൂട്ടിലൂടെയാണ്. അതിരാവിലെ തന്നെ ആയതുകൊണ്ട് റോട്ടിൽ വണ്ടികൾ വളരെയധികം കുറവാണ്. നമ്മൾ പോകുന്നതിനിടെ ഒരു റിംഗ് റോഡ് ഉണ്ട്. ആ റിംഗ് റോഡ് കഴിഞ്ഞാൽ ഒരു പാലമാണ്. അവിടെ നിന്നും കാണുന്നൊരു കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. രാവിലെ തന്നെ കാണുമ്പോൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാം അത് എത്രത്തോളം മനോഹരമാണെന്ന്. ഞാൻ പറഞ്ഞില്ല, അതിമനോഹരമായൊരു കാഴ്ചയാണെന്ന്. മഞ്ഞ് വീഴുന്നതും സൂര്യൻ ഉദിച്ചു വരുന്നതും അത് കണ്ടു തന്നെ അറിഞ്ഞ് ആസ്വദിക്കേണ്ടതാണ്. അവിടെ നിന്ന് കുറച്ച് മാറി മുളഞ്ഞൂർ സെൻറ്റർ. ഇവിടെ നിന്ന് വലത്തോട്ടുള്ള വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയാൽ മുളഞ്ഞൂർ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലെത്തും. അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിലെത്തി. നല്ല വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, പുനരുദ്ധാരണം. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. പോകുമ്പോൾ കണ്ട കാഴ്ചയാണിത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായി. മുഴുവൻ കാടാണ് ഇവിടെ. കാടിൻ്റെ ഉള്ളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് തന്നെ. കിളികളുടെ ശബ്ദവും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളുടെ ശബ്ദവും മാത്രം കേൾക്കാൻ കഴിയും ഇവിടെ. എങ്ങും നിശ്ചലമായൊരു അന്തരീക്ഷമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിമനോഹരമായൊരു അമ്പലമാണിത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര അതിമനോഹരമാണ് ഈ അമ്പലത്തിൻ്റെ ഭംഗിയെന്ന്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗി ഈ അമ്പലത്തിനുണ്ട്. ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഈ അമ്പലത്തിൽ. അമ്പലത്തിനുള്ളിൽ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പുറം മാത്രമേ എടുക്കാൻ കഴിയുകയുള്ളൂ. ഒരുപാട് വർഷങ്ങൾക്ക് പഴക്കമുള്ളൊരു അമ്പലമാണിത്. പക്ഷേ ഇത് അതിമനോഹരമായാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. അമ്പലം പരിപാലിച്ചു വരുന്നതും. ഈ വഴിയാണ് അമ്പലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ വഴിയിലൂടെ നേരെ ചെന്നാൽ അമ്പലക്കുളത്തിലും അതുപോലെ തന്നെ വലതുഭാഗത്ത് ഒരു പത്തായപ്പുരയും സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്കെന്തായാലും നേരെ കുളത്തിലേക്ക് പോയി നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ പത്തായപ്പുര. ഒരുപാട് സിനിമകളിൽ ലൊക്കേഷനായൊരു പത്തായപ്പുരയാണ് ഈ കാണുന്നത്.
അങ്ങനെ നമുക്ക് അമ്പലക്കുളത്തിലേക്ക് പോയി നോക്കാം. അപ്പോൾ കൊണ്ടൊരു കാഴ്ചയാണിത്. ഒരു ചേട്ടൻ മീനിനോട് സംസാരിക്കുന്നത്. കാണുമോ എന്നറിയില്ല, എന്നാലും നമുക്ക് നോക്കി നോക്കാം. ആ ചേട്ടനോട് സംസാരിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് എന്നും കാണാറുള്ള മീനാണെന്നാണത്. അതിമനോഹരമായൊരു കുളമാണത്. ഇതുപോലെയുള്ള കുളങ്ങളും നമ്മളെന്നും സംരക്ഷിക്കേണ്ടതാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു. പക്ഷേ ഈ അന്തരീക്ഷത്തിലിരിക്കാൻ ഒരു പ്രത്യേകതരം ഭംഗിയാണ്. പിന്നെ നമ്മൾ പോകുന്നത് ആ പത്തായപ്പുരയുടെ പുറകിലോട്ടാണ്. ഇവിടെയും അതുപോലെ തന്നെ കാണാം. അടുക്കളയോട് ചേർന്നൊരു കിണറും ഉണ്ട്. പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയായിരുന്നു ഒരു പതിവ്, അടുക്കളയോട് ചേർന്നുള്ള കിണർ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കാണുന്ന കാഴ്ച, ഇവിടെ നിന്നും ആ കാടിനുള്ളിലൂടെ നടന്ന് അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അമ്പലം നമുക്ക് കാണാം. പക്ഷേ രാവിലെ തന്നെ ആ കാണുമ്പോഴുള്ള ഒരു മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷവും കുളിർമയും തരുന്നൊരു പ്രത്യേകതര അനുഭൂതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മനുഷ്യൻ പ്രകൃതിയെ ലയിക്കുന്നത് പോലെയാണ് ഇവിടെ വന്നിരുന്ന് ഒന്ന് ആസ്വദിച്ചാൽ. എത്ര പറഞ്ഞാലും മതി വരാത്തൊരു ഫീലാണ് ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ കുറച്ച് നേരം. അരളിപ്പൂവിൻ്റെ ഗന്ധവും ചെറിയ തണുത്ത കാറ്റും നമ്മളെ ഭക്തിയുടെ നെറുകയിലെത്തിക്കുന്നു. പറയാനാണെങ്കിൽ ഒത്തിരി ഈ അമ്പലത്തെക്കുറിച്ച് പറയാനുണ്ട്. നല്ലൊരു ആൽത്തറയും അതോട് ചേർന്ന് നിൽക്കുന്ന അമ്പലവും. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.